ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ ഫിനാലെയിലേക്ക് അടുക്കുകയാണ്. ഇക്കുറി അനുമോളാണോ അനീഷാണോ വിജയിക്കുക എന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലുകൾ. ഔദ്യോഗിക പോളുകൾ ഇരുവരും തമ്മിൽ ഇഞ്ചോടിഞ്ചോട് പോരാട്ടമാണ് നടക്കുന്നത്. അനുമോളിന് പിആറിന്റെ ബലമുണ്ടെന്നും കോമണർ അനീഷ് ജയിക്കണം എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നത്. എന്തുകൊണ്ട് അനീഷ് ബിഗ് ബോസിൽ ജയിക്കണം എന്ന് പറയുകയാണ് ഞാനിപ്പോൾ. ഇനി 3 ദിവസം മാത്രം അവശേഷിക്കെ മനസ്സിൽ വരുന്ന ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒച്ചയും വെച്ച് ബഹളം ഉണ്ടാക്കി ആക്രോശിച്ചും തെറി പറഞ്ഞും മോശം പദപ്രയോഗം ഉപയോഗിക്കുന്നതും മറ്റുള്ളവരെ കരിവാരി തേക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും സ്വന്തം കണ്ണിലെ കരട് കാണാതെ മറ്റുള്ളവരെ കടു കാണാൻ ശ്രമിക്കുന്നതും കുലസ്ത്രീ ചമയുന്നതും മറ്റുള്ളവരെ വികാരങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പ്രേമനാടകം കളിച്ച് തേക്കുന്നതും അത് ആവർത്തിച്ച് ചർച്ച ചെയ്ത് ആ മനുഷ്യനെ അപമാനിക്കുന്നതും കട്ടപ്പ കളിക്കുന്നതും പരസ്പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും ദുഷിച്ച വൃത്തികെട്ടതുമായ പ്രയോഗങ്ങൾ നടത്തുന്നതും പ്രത്യേകിച്ച് മുതിർന്നവരോട് എങ്ങനെയെങ്കിലും നെഗറ്റീവ് കോണ്ടാക്ട് ആയാലും ശ്രദ്ധിക്കണം എന്ന തരത്തിൽ ഹൗസിലെ ഓരോരോ കണ്ടസ്റ്റന്റുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ ആ എല്ലാം നെഗറ്റീവാണ്. പ്രത്യേകിച്ച് എവിറ്റായി പുറത്തു പോയാൽ തിരിച്ചു വന്നപ്പോൾ ആകെ ചന്തയായി മാറി ഹൗസ്. ഇവിടെയാണ് അനീഷ് എന്ന തൃശ്ശൂർക്കാരൻ്റെ പ്രസക്തി. മുരടൻ എന്നതിൽ നിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അനീഷേട്ടൻ എന്ന നിലയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ. എല്ലാവരെയും വെറുപ്പിച്ചപ്പോഴും മറ്റുള്ളവരെ അനീഷേട്ടൻ ട്രിഗർ ചെയ്തപ്പോഴും മാന്യത വിട്ട് അദ്ദേഹം പെരുമാറിയിട്ടില്ല. മോശമായ പദപ്രയോഗങ്ങൾ ആരുടെ നേർക്ക് അദ്ദേഹം പ്രയോഗിച്ചിട്ടില്ല. സ്ത്രീകളോട് മാന്യത വിട്ട് പെരുമാറിയിട്ടില്ല. ആത്മാർത്ഥമായി കൂട്ടുകാരെ സ്നേഹിച്ചു. ആ കൂട്ടുകാരനെ തിരിച്ച് ഇങ്ങോട്ട് ആത്മാർത്ഥമായ സ്നേഹമില്ല. കട്ടപ്പ കളിക്കുകയും അറിഞ്ഞിട്ടും യാതൊരു വെറുപ്പും ഉള്ളിൽ വെക്കാതെ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഹൗസിൽ ഒരു പെണ്ണിനോട് പ്രണയം തോന്നി. ആത്മാർത്ഥമായി അത് പക്വതയോടെ പ്രപ്പോസ് ചെയ്യുകയും തന്നെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോഴും ഒരു തരത്തിലും ദേഷ്യം ഉള്ളിൽ തന്നെ വെക്കാതെ ക്ഷമ ചോദിക്കുകയും സഹായിക്കേണ്ട അവസരങ്ങളിൽ സഹായിക്കുകയും ചെയ്തു. എല്ലാവരെയും കെയർ ചെയ്യുന്ന അനീഷേട്ടൻ ഹൗസിലെ ഡ്യൂട്ടികൾ ആത്മാർത്ഥമായി ചെയ്യുന്നു. ജയിലിൽ പോകാൻ അനീഷിനേക്കാൾ യോഗ്യത ഉണ്ടായിരുന്നവർ അവിടെ ഉണ്ടായിരുന്നിട്ടും 5 പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നു. ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ പോലും ജയിലർ അനീഷ് എന്ന ജയിലറിന്റെ ഐശ്വര്യം എന്ന് എഴുതിവെച്ചു അദ്ദേഹത്തെ അപമാനിച്ചു. 2-3 ആഴ്ചകൾക്ക് മുമ്പ് വരെ അനീഷേട്ടൻ എതിരായിരുന്നു എല്ലാവരും. അപ്പോഴൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അനീഷേട്ടൻ നേരിട്ടതും.